ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2008 ഒരു ചൈനീസ് ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പെയിന്റഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ ചൈനയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണിത്. രാജവംശകാലത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുഭൂമി പ്രദേശത്തേക്ക് ഒരുപാട് പടയാളികളും ഒരു ജനറലും പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് യുദ്ധം ചെയ്തതിന് ശേഷം അവിടെ നിന്നും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ ഇവർക്ക് കിട്ടുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയെ ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ ചുറ്റളവില് ദിവസേന ഓരോ മരണങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണ്. ഇതിന് കാരണം എന്താണ്, അതേപോലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയും ഈ ഒരു സംഭവം തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്ന, സ്റ്റോറിക്കും ഫാന്റസിക്കും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണിത്. അതെന്താണെന്ന് നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ഒരു ബെല്ലൈക്കണം, കൂടാതെ ഒരു ലൈക്കും കൂടി അടിച്ചുക. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ജനറൽ വാങ്ങും അവന്റെ പടയാളികളും ഒരു മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അതേസമയം ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ചാരൻ കുറച്ച് ദൂരെ നിന്ന് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ജനറൽ വാങ് കുറച്ച് ദൂരെയായിട്ട് ഒരു കൂട്ടം ടെന്റ് അടിച്ച് താമസിക്കുന്നുണ്ട്. അവരവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു വാളും എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു വാളാണെങ്കിൽ ഒട്ടകങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വാളാണ്. അപ്പോഴേക്കും ജനറൽ വാങ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പോയി അവരെ ആക്രമിക്കാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും പതിയായിട്ട് ആ മണൽ കൂനകളിലൂടെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവർ കൊന്ന മനുഷ്യരെ കൂന കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. അപ്പോഴേക്കും ജനറൽ വാങ് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രിയാവുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവര് രാത്രിയാവുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതേസമയം ആ ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഒരു ഗ്രാമത്തിലെ എല്ലാവരും കുടിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. അതേസമയം ആ ഒരു കൂടാരത്തിൽ അതിന്റെ തലവൻ ഒരു പെണ്ണിനെ എല്ലാവരുടെ മുന്നിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിനുള്ള അവന്റെ പടയാളികളോട് അവളെ ഇങ്ങനെ നോക്കാനായിട്ട് പറയാണ്. അങ്ങനെ കുറച്ച് കഴിയുന്നതും അവൻ എന്തൊക്കെ തോന്നിയിട്ട് ആ ഒരു പെണ്ണിനെ തൂക്കിയെടുത്ത് ഒറ്റയ്ക്ക് ടെന്നിനകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് അവൾ ചോദിക്കുന്നത്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, എന്ത് വേണമെങ്കിലും ഞാൻ തരാന്ന് ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയും, എന്റെ ഹൃദയം ഇനി നിനക്കുള്ളതാണ് എന്ന് പറയുന്നതും ഇതിപ്പോ ചോദിച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് പോലെ അവൾ അങ്ങനെ അവന്റെ ഹൃദയത്തിലേക്ക് കൈ ഇടിച്ചു കയറ്റി ആ ഹൃദയം വലിച്ചങ്ങ് എടുക്കുകയും ചെയ്യുന്നു. അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ആ ഒരു സമയം വെളിയിൽ നമ്മുടെ ജനറൽ വാങ്ങും അവന്റെ പടയാളികളും ഈ ഒരു കൊള്ളക്കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കയറി അവരോടെല്ലാവരോടും യുദ്ധം ചെയ്ത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ജനറൽ വാങ് നേരെ ആ ഒരു ടെന്നിനകത്തേക്ക് കയറി ആ ഒരു പെണ്ണിനെ കാണുന്നതും ഈ ഒരു കൊള്ളക്കാരെല്ലാം കൂടി ചേർന്നിട്ട് ഇവളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിച്ച് അവിടെയുള്ള എല്ലാ പടയാളികളെയും വെട്ടി കൊന്നതിന് ശേഷം ജനറൽ വാങ് അവളെ തൂക്കിയെടുത്തുകൊണ്ട് അങ്ങനെ പോവാണ്. ഇതുപോലെ തുണിച്ചാക്കാണ് ഇതേപോലെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ആ ഒരു പെണ്ണിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു സ്ഥലം മുഴുവനായിട്ടും കത്തിച്ച് നശിപ്പിച്ചിട്ട് ഇവർ അവിടെ നിന്ന് പോകുന്നതും ഈ മരുഭൂമിയിലൊരു ഓന്ത് അത് ഇവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. അങ്ങനെ ഇവർ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഇവരുടെ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ ഇവരെ വരവേൽക്കാണ്. അതുമല്ല അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ജനറലിന്റെ ഭാര്യയാണെങ്കിലും വളരെ സന്തോഷമുണ്ട്. എന്നിട്ട് ചോദിക്കും, അല്ല ആ ഒരു പെണ്ണാരാ എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ ആ ഒരു കൊള്ളക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് അവളെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഇവരുടെ ഗ്രാമത്തിലെ ഈ പടയാളികള് രാത്രി സമയത്ത് ഗ്രാമം മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ വീടുകളുടെ മേൽക്കൂരയിലൂടെ എന്തോന്ന് ചാടി പോകുന്നത് പോലെ ഇവരിങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ബാക്കിയുള്ള പടയാളികളെല്ലാം വിളിച്ചിട്ട് അതാരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അതിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് കഴിയുമ്പോൾ അതിനെ കാണാനില്ല. അങ്ങനെ എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ കതക് ആരോ തട്ടുന്നത് പോലെ എല്ലാവരും പേടിച്ചിട്ട് അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വലിയ ഡോർ തുറക്കുമ്പോൾ വെളിയിൽ ആരോ മയങ്ങി കിടക്കുന്നു. ചേടാ ഇതാരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അയാളെ തൂക്കിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തിരിച്ചിട്ടത് ആരാണെന്ന് നോക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടുകയാണ്. അതേസമയം തന്നെ ജനറലിന്റെ ഭാര്യയാണെങ്കിലും പെട്ടെന്ന് അവിടേക്ക് വന്ന് ഇതാരാ എന്ന് പറഞ്ഞ് അയാളുടെ മുഖം നോക്കുമ്പോൾ അവളാണെങ്കിലും പെട്ടെന്ന് കണ്ണെല്ലാം നിറഞ്ഞിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ മാറി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനറലിനെ രക്ഷിച്ചുകൊണ്ട് വന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളെ എന്തായാലും നമുക്കിനി ബി എന്ന് വിളിക്കാം. അപ്പോൾ ബി പെട്ടെന്ന് അവരോട് ചോദിക്കും, അല്ല ഇതാരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജനറൽ വാങ് അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കാണ്. 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു കൊള്ളക്കാരുടെ ഗ്രാമത്തിലേക്ക് ഒറ്റയ്ക്ക് പോയി തന്റെ ഒരു ആയുധം ഉണ്ട്, ആ ഒരു ആയുധം വെച്ച് എല്ലാവരെയും ഒറ്റയ്ക്ക് കൊന്നിട്ട് വന്ന ഒരാളാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോ ആയിട്ടുള്ള ജനറൽ യാങ്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടേക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരെയും കൊന്ന് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ടീം പടയാളികളുണ്ടല്ലോ അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു ദളപതി പെട്ടെന്ന് ജനറൽ യാങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട്, ജനറൽ നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു, ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരെയും കൊല്ലാൻ വേണ്ടി അവരെല്ലാവരും എത്ര വലിയ കൊള്ളക്കാരാണെന്നറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അത് നമ്മുടെ ജനറലിനെ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നതിന് തുല്യമായി. അപ്പോഴാണ് നമ്മുടെ യാങ് നോക്കുമ്പോൾ ഇപ്പോൾ ജനറൽ വാങ് ആയിട്ടുള്ളവൻ ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രൂപ്പിലെ ഒരു പടയാളി മാത്രമായിരുന്നു. അതുപോലെ അവന്റെ ഇടുപ്പിലാണെങ്കിൽ ഒരു പച്ചക്കല്ല് തൂക്കിയിട്ടേക്കുന്നു. ഇത് കാണുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജനറൽ ആയിരിക്കത്തില്ല എന്നും പറഞ്ഞ് അവന്റെ കവചവും ആയുധവും എല്ലാം അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് നടന്നു പോവാണ്. ആ ഒരു ദളപതിയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ടീമിനെ തനിച്ചാക്കി ഒരു ജനറലിൽ പോയി കഴിഞ്ഞാൽ അത് മരണത്തിന് തുല്യമാണ് എന്നും പറഞ്ഞ് കത്തിയെടുക്കുന്നതും നമ്മുടെ ഹീറോ അതൊന്നും വലിയ കാര്യമാക്കാതെ മാറടാ മരത്തലയാന്നും പറഞ്ഞ് അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുമ്പോൾ
5 വർഷങ്ങൾക്ക് മുന്നേ അപ്പോൾ പോയ മനുഷ്യനാണ്. ഇപ്പോൾ വീണ്ടും എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ രാത്രിയാകുമ്പോൾ നമ്മുടെ ജനറലിനെ അവന്റെ ഭാര്യ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കും, അല്ല ജനറൽ യാങ്ങിനെ നീയാണോ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ല എന്ന് പറയുന്നതും പെട്ടെന്ന് നമ്മുടെ ജനറൽ വാങ്ങിനെ തന്റെ ഭാര്യയെ ഇവിടേക്ക് കൊണ്ടുവന്ന ബി എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവളായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. ഇപ്പോൾ തന്നെ പേടിച്ച് എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം സ്വപ്നമായിരുന്നു. അവന്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് ഒരു കുഴപ്പമില്ലാതെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ എഴുന്നേറ്റിട്ട് ഓക്കെ രാത്രി സമയത്ത് ഗ്രാമം ചുറ്റാനായിട്ട് സമയമായി എന്ന് പറഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് ജനറലിന്റെ ആ ഒരു കവചവും മറ്റു കാര്യങ്ങളെല്ലാം അവിടെയുള്ള ജോലിക്കാരാണ് ഇട്ടുകൊടുക്കുന്നത്. അതേസമയം ബി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണും അവളാണെങ്കിലും വന്ന ആ ഒരു കവചമെല്ലാം ഇട്ട് കൊടുത്തിട്ട് ശരി സൂക്ഷിച്ചു പോയിട്ട് വരണം എന്നെല്ലാം പറയുന്നതും അവനും മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജനറലി രാത്രി ആ ഒരു ഗ്രാമം ചുറ്റി കറങ്ങാനായിട്ട് പോകുന്നതും ബി ഉണ്ടല്ലോ അവളുടെ റൂമിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ പുറകിൽ ആരോ പതിയെ പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ വരുന്നു. അതുമല്ല അവന്റെ കയ്യിലാണെങ്കിൽ എന്തോ ഒരു പെട്ടിയുണ്ട്. ആ ഒരു പെട്ടി അടുത്തേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഇങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ അതിനകത്ത് മനുഷ്യരുടെ ഹൃദയങ്ങളാണുള്ളത്. ഇത് ഞാൻ 6 മനുഷ്യരെ കൊന്ന് അവരുടെ ഹൃദയമാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവൾ പറയും, നീ 6 പേരെ എനിക്ക് വേണ്ടി കൊന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഇങ്ങനെ നീ കൊല്ലുമ്പോൾ രാത്രിയിലെ ഈ ഒരു ഗ്രാമം ചുറ്റി എല്ലാവരും സംരക്ഷിക്കാന്നുള്ള രീതിയിൽ ആ ഒരു ജനറലി ഇവിടെ നിന്ന് പോവാണ്. അതുകൊണ്ട് എനിക്ക് ജനറലിനെ എപ്പോഴും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും അവന് പെട്ടെന്ന് ദേഷ്യമായിട്ട് നമ്മളിവിടെ വന്നിട്ട് 3 മാസമായി, ഇത്രയും നാളായിട്ട് ഒന്നും നടന്നിട്ടില്ല, ഇനിയൊന്നും ആലോചിക്കേണ്ട, അവന്റെ ഭാര്യ അങ്ങ് കൊന്നേക്ക് എന്ന് പറയുന്നതും പെട്ടെന്ന് അതിലെ ഒരു പ്രാണി ഇങ്ങനെ പറന്നു പോവാണ്. പെട്ടെന്ന് അവന്റെ നാക്ക് വിട്ട് അതിനെ പിടിച്ചങ്ങ് തിന്നുവാണ്. ഇവനാണ് നമ്മൾ ആ ഒരു മരുഭൂമിയിൽ കണ്ടല്ലോ ഒരു ഓന്ത്, ആ ഒരു ഓന്ത് മനുഷ്യനാണ് ഇവൻ. ഇവൻ ഓന്തിനെ പോലെ നിറം മാറാനെല്ലാം കഴിയും. അങ്ങനെയുള്ള ഒരു ഭൂതം. അപ്പോഴേക്കും ബി പറയും, അതൊന്നും കുഴപ്പമില്ല, എത്ര കാലമായാലും ആ ഒരു കമാൻഡർ എന്നെ ഇഷ്ടപ്പെട്ടോളും, അതിന് ഇനി എത്ര നാൾ വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ വെയിറ്റ് ചെയ്യും, പക്ഷേ നിന്റെ സ്കിന്നെ അതൊരിക്കലും വെയിറ്റ് ചെയ്തില്ല. മനുഷ്യന്റെ ഹൃദയം തിന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തെ തൊലിയെല്ലാം അഴുകി നിന്റെ യഥാർത്ഥ രൂപം വെളിയിലേക്ക് വരും എന്നവൻ പറയുന്നതും അതിനെന്തായാലും പെട്ടെന്ന് ഒരു വഴി ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് രാത്രി ജനറലിന്റെ ഭാര്യയാണല്ലോ അവളും ഉറങ്ങാതെ തന്നെ ഇരിക്കുകയാണ്. അതുമല്ല കുറച്ച് കഴിയുമ്പോൾ മയങ്ങി കിടക്കുന്ന നമ്മുടെ ഹീറോയുടെ അടുത്തേക്കും വരുന്നു. അങ്ങനെ രാവിലെ ആവുന്നതും തന്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജനറലി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ജനറൽ ചോദിക്കും, അല്ല അദ്ദേഹം ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ല എഴുന്നേറ്റില്ല, ഞാൻ നിങ്ങൾക്ക് കാപ്പി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കാപ്പി കൊണ്ടുവരാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോ ചാടി എഴുന്നേറ്റിട്ട് അതിങ്ങ് താന്നും പറഞ്ഞ് അത് മൊത്തമായിട്ട് എടുത്തങ്ങ് കുടിച്ചു തീർക്കാണ്. എന്നിട്ട് പറയും, ഞാൻ നല്ലതുപോലെ മദ്യവെച്ചത് കൊണ്ട് ബോധമില്ലാതെ കിടന്നുപോയതാണ്, ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ തുണിയെല്ലാം എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ ജനറൽ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട്, ജനറൽ പ്ലീസ് ഒരു നിമിഷം നിൽക്കി, നിങ്ങൾക്കൊരു കാര്യം തരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ 5 വർഷത്തിന് മുന്നേ വിട്ടിട്ട് പോയ ആ ഒരു വാളുണ്ടല്ലോ അതിപ്പോ ഹീറോയുടെ കയ്യിൽ കൊടുക്കാണ്. അപ്പോൾ ഹീറോ പറയും, ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് ആ ഒരു വാളും എടുത്ത് വെളിയിലുള്ള തന്റെ കുതിരയെ എടുത്തിട്ട് ആ ഒരു ഗ്രാമം വഴി അവനിങ്ങനെ നടന്നു പോകുന്നതും ഇവിടെയുള്ള മറ്റു പടയാളികളുണ്ടല്ലോ അവരെല്ലാം ഓടി ഹീറോയെ കണ്ടിട്ട്, ജനറൽ നിങ്ങളെ കണ്ടിട്ട് എത്ര നാളായി, വാ കഴിക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കടയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിക്കാനായിട്ട് ബണ്ണ് മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കൂടുതലെടുത്തും ചോദിക്കും, അല്ല ജനറൽ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എന്തിനാ തിരിച്ചു വന്നേ, നമ്മുടെ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അങ്ങനെ എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജനറലിനോട് അവർ പറയത്തില്ല. അപ്പോൾ ഇവർ പറയും, ഓക്കെ ശരി ജനറൽ, ഇനി തിരിച്ചു വരുവാണെങ്കിൽ കാണാം എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും ജനറലിന് വാങ്ങിക്കൊടുത്ത ഫുഡിന് പൈസ പോലും കൊടുക്കാതെ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ബണ്ണും ചായയെല്ലാം കുടിച്ചതല്ലേ, പണം കൊടുക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവന്റെ കുതിരയെ അവിടെ പണയം വെച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പെണ്ണ് അവിടെ വന്നിട്ട് ഇതേപോലെ ബണ്ണും ചായയെല്ലാം കുടിച്ച് അവളുടെ കയ്യിലും പണമില്ലാതെ പറഞ്ഞിട്ട് അവളുടെ കുതിരയും അവിടെ പണയം വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇതാരുടെ എന്നെ പോലെ മറ്റൊരുത്തി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവളെ നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ കുറച്ച് മദ്യം കഴിക്കാന്നും പറഞ്ഞിട്ട് ഒരു മദ്യശാലയിലേക്ക് ചെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. അത് ചോദിക്കുമ്പോൾ അത് മാത്രമല്ല അവസാന ബോർഡിൽ ആ ഒരു പെണ്ണ് വാങ്ങിയെന്നും പറഞ്ഞ് നേരത്തെ കടലൊരു പെണ്ണ് അവളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഷടാ ഇവള് ഇടയ്ക്കിടയ്ക്ക് എന്റെ കുറുകിനെങ്ങനെ വരികയാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ നോക്കുമ്പോൾ അവള് നമ്മുടെ ഹീറോയെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് തരാം വാ എന്നും പറഞ്ഞ് ഹീറോയെ അടുത്തേക്ക് വിളിച്ചിരുത്തി അവന് 2 കപ്പ് ഇങ്ങനെ കൊടുക്കുന്നതും ഈ മദ്യ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ജനറൽ വാങ്ങണ്ടല്ലോ അവന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു. അതുമല്ല എന്തോ പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അപ്പോഴേക്കും അവള് പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോ പറയും, ഇപ്പൊ എനിക്ക് എന്തായാലും അത് കേൾക്കാൻ സമയമില്ല, ഞാൻ യുദ്ധത്തിന് പോയിട്ട് വരുമ്പോൾ സമാധാനമായിട്ട് നീ അത് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഒരു പച്ചക്കല്ല് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് നീ യഥാർത്ഥമായിട്ടും ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നെല്ലാം പറഞ്ഞ് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ നമ്മുടെ വാങ് ഉണ്ടല്ലോ അവൻ അവളെ ഒരു വല്ലാത്ത വിഷമത്തോടെ തന്നെ ഇങ്ങനെ നോക്കുന്നു. വേറെ എന്തുമില്ല, നമ്മുടെ ഹീറോ സ്നേഹിക്കുന്ന ആ ഒരു പെണ്ണിനെ വാങ് എന്ന് പറഞ്ഞാൽ അവനും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, തിരിച്ച് അവളും അവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം എങ്ങനെ നമ്മുടെ ഹീറോയോട് പറയണമെന്ന് മാത്രം ഇവർക്ക് 2 പേർക്കും അറിയത്തില്ല.
അങ്ങനെ നമ്മുടെ ഹീറോ യുദ്ധമെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് അവന്റെ അരയിൽ ആ ഒരു പച്ചക്കല്ല് തൂങ്ങി കിടക്കുന്നത് ഹീറോ കാണുന്നതും ഹീറോയ്ക്ക് മനസ്സിലായി ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അതുകൊണ്ടാണ് ആ ഒരു പച്ചക്കല്ല് കൊടുത്തതെന്നും ആ ഒരു വിഷമത്തിലാണ് ഹീറോ അവിടെ നിന്നും നാട് വിട്ട് പോകുന്നതും. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ അവിടെ ഇരിക്കുമ്പോൾ ഹീറോയുടെ അടുത്തേക്ക് ജനറലിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളിങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ടാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലെ ഒരു ഭൂതം ഉള്ളതായിട്ട് ഞാൻ സംശയിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് വാങ് കൊള്ളക്കാരെ റെയ്ഡ് ചെയ്യുന്ന ഒരു യുദ്ധത്തിന് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പാവം പെൺകുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ലാങ്കി എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിലെ ഒരു പണക്കാര കുടുംബത്തിലെ പെണ്ണാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരുന്നത്. അതുമല്ല അവളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഒരു കൊള്ളക്കൂട്ടം കൊന്നെന്നും എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ ഒരു കൊള്ളക്കാരെ അവളെ കടത്തിക്കൊണ്ട് പോയതായിട്ടും അവിടെ നിന്നും നമ്മുടെ ജനറലി അവളെ രക്ഷിച്ചുകൊണ്ട് വന്നതായിട്ടുമാണ് അവൾ എന്നോട് പറഞ്ഞത്. പക്ഷെ അവൾ പറയുന്നതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അവൾ എന്നാണോ ഈ ഒരു നാട്ടിലേക്ക് വന്നത് ആ ഒരു സമയം മുതൽ തന്നെ ഒരു കൊലയാളിയും ഈ ഒരു നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരുപാട് പേര് ഈ ഒരു ഗ്രാമത്തിൽ മരിക്കാൻ തുടങ്ങി. അതുമല്ല മരണപ്പെടുന്ന ആർക്കും അവരുടെ നെഞ്ചിൽ ഹൃദയം കാണാനില്ല. എന്റെ ഭർത്താവും പടയാളികളും രാത്രി സമയത്ത് ഈ ഒരു ഗ്രാമം മുഴുവൻ ചുറ്റി നടന്ന് ജോലി ചെയ്തിട്ടും ആളുകൾ മരണപ്പെടുന്നത് മാത്രം അവരെ കൊണ്ട് തടയാനായിട്ട് കഴിയുന്നില്ല. അതുമല്ല ഒരു ദിവസം ഞാനും അവളും കൂടി ചേർന്നിട്ട് ആഭരണമെല്ലാം വാങ്ങിക്കാൻ ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ഓണറിന്റെ കണ്ണിലേക്ക് നോക്കി അയാളെ മയക്കി കുറഞ്ഞ വിലയ്ക്ക് ആ ഒരു ആഭരണം അവൾ വാങ്ങിച്ചു തന്നു. അപ്പോൾ ഇതിലെന്തോ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ അടുത്ത ദിവസം തന്നെ ഈ ഒരു ഗ്രാമത്തിലെ പൂജാരിയോട് ഞാൻ കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ആ ഒരു സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. പക്ഷെ അടുത്ത ദിവസം ആ ഒരു അമ്പലത്തിലെ പൂജാരി മരിച്ച അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലും ഹൃദയമില്ലാത്ത അവസ്ഥയിൽ അയാളുടെ ശരീരം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനും അവളും കൂടി ചേർന്ന് ഒരു തയ്യൽ കടയിൽ പോയിട്ട് ഈ തുണി കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ആ ഒരു കത്രിക വെച്ച് അറിയാതെ അവളുടെ കയ്യിൽ വെട്ടി. അപ്പോൾ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ മരുന്ന് കൊണ്ടുവരുന്നതിന് മുന്നേ ഞാൻ കണ്ട കാര്യം എന്താണെന്നറിയോ, അവളുടെ ആ ഒരു മുറിവ് താനെ ഉണങ്ങുന്നതാണ്. എന്നിട്ട് എന്നോട് കയ്യിൽ മുറിവൊന്നും പറ്റിയില്ലെന്ന് കള്ളവും പറഞ്ഞു. അങ്ങനെ അവൾ ഭൂതമാണെന്നുള്ള ആ ഒരു സംശയം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് ചിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് തവണ നിങ്ങൾക്ക് ഞാൻ ലെറ്റർ എഴുതിയത്. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം അവളിപ്പോൾ എൻ്റെ ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ അടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോ പറയും, ഓക്കെ ശരി ഞാൻ നോക്കാം. ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പണം തന്നിട്ട് പോകാൻ പറയുമ്പോൾ അവളുടെ കയ്യിലുള്ള മൊത്തം കിഴിയും അവിടെ വെച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം കേട്ടിട്ട് അവൻ ഈ ഒരു ഭൂതത്തിലും പ്രേതത്തിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷെ അവൻ്റെ അടുത്തിരിക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവന് മദ്യമായി കൊടുത്ത അവളാണെങ്കിൽ ഈ ഒരു ഭൂതങ്ങളെല്ലാം പിടിക്കുന്ന അങ്ങനെയുള്ളൊരു പെണ്ണാണ്. അപ്പോൾ ഈ ഒരു പ്രേതങ്ങളെല്ലാം ഓടിക്കുന്ന ആ ഒരു പെണ്ണിനെ നമുക്ക് സൂയി എന്ന് വിളിക്കാം. അപ്പോൾ സൂയി നമ്മുടെ ഹീറോയോട് പറയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ജനറലിന്റെ ഭാര്യ അവള് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ആഹാരം കഴിയാണ്ടിരിക്കുകയാണ്. അങ്ങനെ അവള് നേരെ ജനറലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്നിട്ട് അവൻ ആഹാരം ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കും, രാത്രി എവിടെയാ പോയിട്ട് വന്നേ എന്നിങ്ങനെ ചോദിക്കുന്നതും അവള് പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവള് പെട്ടെന്ന് അവനോട് പറയും, ഇല്ല ജനറൽ, നിങ്ങൾ നല്ലതുപോലെ ഉറങ്ങാൻ വേണ്ടി രാത്രി പൂക്കടയിലേക്ക് പോയിട്ട് ഒരു പൂ വാങ്ങി നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ നിന്ന് പോയത് എന്നെല്ലാം പറയുമ്പോൾ ജനറലിന്റെ ഭാര്യ ആയാലും വിചാരിക്കും, അല്ല ഇവളെന്തിനാ ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് വെളിയിൽ കാണിക്കാതെ അവളെ നോക്കി എന്നെ ചിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ അന്ന് രാത്രി ജനറലിന്റെ ഭാര്യ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പൂ ഇപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്ടിയിലെല്ലാം പരിശോധിക്കുമ്പോൾ ബി തന്നെ അവൾക്ക് ആ ഒരു പൂവും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു പൂവും വാങ്ങി അവൾ തിരിച്ചു നടക്കുമ്പോൾ ബി പറയും, നിങ്ങൾ ആരെയാണ് കാണാൻ പോയതെന്ന് എനിക്കറിയാം, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനോട് ഞാൻ ആ ഒരു കാര്യം പറയത്തില്ല, എന്നെ വിശ്വസിക്കാം. അപ്പോൾ ജനറലിന്റെ ഭാര്യ പറയും, നീ വിചാരിക്കുന്നത് പോലെയല്ല, അത് ഞാൻ പതിയെ നിന്നോട് പറയാമെന്ന് പറയുമ്പോൾ ബി ആയാലും അവിടെ നിന്ന് നടന്ന് അവളുടെ റൂമിലേക്ക് ചെല്ലുന്നതും ആ ഒരു മരയൊന്ത് ഭൂതം ഉണ്ടല്ലോ അതിപ്പോൾ വീണ്ടും ഒരു പെട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. അതിനകത്ത് അടുത്തൊരു മനുഷ്യനെ കൊന്ന് അവന്റെ ഹൃദയം എടുത്തുകൊണ്ട് വന്നേക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഒരു പടയാളി നമ്മുടെ ഹീറോയെ കണ്ടിട്ട്, ജനറൽ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം ബാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കൂട്ടി ഈ ഗ്രാമത്തിൽ തന്നെ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട്, അതിനകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയുള്ള വലിയൊരു പെട്ടിയുണ്ട്. അതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മനുഷ്യരുടെ ഹൃദയം മാത്രം. നമ്മുടെ ഈ ഒരു ഗ്രാമത്തിൽ മനുഷ്യരെ കൊല്ലുന്ന ആ ഒരു കൊലയാളി അവരുടെ ഹൃദയമല്ല ഇവിടെയാണ് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് ജനറൽ ഞാൻ പറയുന്നത് ഇതൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല, ഇതൊരു പ്രേതം ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഹീറോ പറയും, പോടാ, പ്രേതവുമില്ല ഒരു മണ്ണാങ്കട്ടയില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നും ആ ഒരു ഭൂതത്തെ പിടിക്കുന്ന സൂയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളിപ്പോൾ ചാടി വന്നിട്ടാണ് നമ്മുടെ ഹീറോയോട് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസം ഇല്ലായിരിക്കാം, പക്ഷെ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്നും ചെറിയൊരു ട്യൂബ് പോലെ എന്തോന്ന് എടുക്കുകയാണ്. അതിനകത്താണെങ്കിൽ ഒരു പച്ച വെളിച്ചം. എന്നിട്ട് അവൾ പറയും, ഞാനിതൊരു മലയിൽ നിന്നും ഒരു നരിയുടെ വാല് വെട്ടിയെടുത്തതാണ്. ഈ ഒരു വാലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിന്റെ ചുറ്റളവിൽ ഏതെങ്കിലും അമാനുഷിക ശക്തി വന്നു കഴിഞ്ഞാൽ അതുടനെ പ്രകാശിക്കാൻ തുടങ്ങും. ഈ ഒരു ലൈറ്റിന്റെ സിഗ്നൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ വന്നത്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ഏത് പ്രേതം പിശാച് ഭൂതം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ കറക്റ്റായിട്ട് എവിടെ ഉണ്ടെന്ന് ഇതിനെ കൊണ്ട് പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും,
ഈ ഒരു ഗ്രാമം ആകെ 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ ഉള്ളൂ, പിന്നെയല്ലേ 10 കിലോമീറ്റർ. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരടുത്തതായിട്ട് ഒരു മാപ്പ് എടുത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ജനറലിന്റെ വീടിന്റെ ചുറ്റുമായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നടക്കുന്നത്. അതേസമയം സൂയി ആണെങ്കിൽ പെട്ടെന്ന് ആ ഒരു മാപ്പ് പിടിച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഹീറോ പറയും, ഏയ് ഇത് രാജാവുമായിട്ട് സംബന്ധപ്പെട്ട വിഷയമാണ്, അതുകൊണ്ട് നീ ഇതിൽ തലയിടരുതെന്ന് പറയുമ്പോൾ അവള് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ രാത്രിയാകുമ്പോൾ നമ്മുടെ ഹീറോയും ആ ഒരു പടയാളിയും റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് കുറച്ച് മുകളിലായിട്ട് നമ്മുടെ സൂയി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിങ്ങനെ ഇരിപ്പുണ്ട്. അതേസമയം അവളുടെ പുറകെ ആ ഒരു ഓന്ത് മനുഷ്യനുണ്ടല്ലോ, അവനിങ്ങനെ ചാടി വന്ന് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് ചാടി കയറി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുന്നത്. ആ ഒരു മരയൊന്ത് മനുഷ്യനാണെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാനായിട്ട് ഇങ്ങനെ ചാടി പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ പുറകെ തന്നെ ഒരുപാട് ദൂരം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അവനെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അവനാണെങ്കിലും ഈ മേൽക്കൂരയുടെ മുകളിലൂടെ ചാടി പോകുന്നു. ഹീറോ അവന്റെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. ഒരവസരത്തിൽ അവൻ ഈ ഓന്തിനെ പോലെ തന്നെ തല കീഴായിട്ട് തൂങ്ങിയെല്ലാം പോകുന്നുണ്ട്. പിന്നീട് അവസാനം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നമ്മുടെ ഹീറോയ്ക്ക് അവനെ പിടിക്കാൻ കഴിയുന്നില്ല. കാണിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, അവൻ എവിടെയും പോയിട്ടില്ല. ഹീറോ നിൽക്കുന്നതിന്റെ താഴെയായിട്ട് ആ ഒരു ഓടിനടിയായിട്ട് മരത്തിലെല്ലാം പിടിച്ച് അതിന്റെ നിറമായിട്ട് മാറി ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൂയിയുടെ കാലിലാണെങ്കിൽ ചെറിയ രീതിയിൽ പരിക്ക് പറ്റി. അങ്ങനെ അവളെയും വിളിച്ച് അവളുടെ ആ ഒരു കാലിന്റെ മുറിവിന് കെട്ടെല്ലാം വെച്ചിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ദേ അവൻ കണ്ടോ വാളെല്ലാം വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഒരു ഭൂതം വാളെല്ലാം ഉപയോഗിക്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സൂയി പറയും, ഭൂതങ്ങൾ വാള് യൂസ് ചെയ്യത്തില്ല എന്ന് ആരാ പറഞ്ഞത്? സാധാരണ ഒരു ഭൂതമാണെങ്കിൽ അതിനെ വാളുകൊണ്ട് നമുക്ക് കൊല്ലാൻ കഴിയും, പക്ഷെ അതിലും കൂടുതൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഭൂതമാണെങ്കിൽ അതിനെ കൊല്ലാൻ ഒരേ ഒരു ആയുധം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അവളുടെ ഇടുപ്പിലുള്ള ഒരു വലിയ കത്തി ഇനി എടുക്കാണ്. ഇതിന്റെ പേര് ഭൂതത്തെ കൊല്ലുന്ന കത്തി എന്നാണ്. എന്താണ് എന്റെ മുത്തശ്ശൻ പറഞ്ഞത്, ഇതിന് ഒരുപാട് ശക്തിയുണ്ട്, പക്ഷെ ഇത് ശരിയായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. ഇത്ര നാളായിട്ടും എനിക്ക് ഒരു കത്തി പുറത്തേക്ക് വലിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അവൾ പറയുമ്പോൾ നമ്മുടെ ഹീറോ ആയാലും അത് വാങ്ങി വലിച്ചൂരാട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ടും ഒരു പുണ്ണാക്ക് നടക്കത്തില്ല. എന്നിട്ട് അത് അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, നിന്റെ മുത്തശ്ശനെ കൊണ്ട് ഇത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയ തള്ള് നിന്റെ മുത്തശ്ശൻ നിന്നോട് തള്ളിയത്. അങ്ങനെ അടുത്ത ദിവസം ബി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ ആ ഒരു ഓന്ത് ഭൂതം ഉണ്ടല്ലോ, അവൻ വന്നിട്ട് പറയും, രാത്രിയിൽ ഞാൻ ആ ഒരു പെണ്ണിനെ കൊന്നേനെ, പക്ഷേ ആ ഒരു ഹീറോ അവൻ വന്നതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പറയുന്നതും ബിക്ക് മനസ്സിലായി ജനറലിന്റെ ഭാര്യയാണ് നമ്മുടെ ഹീറോയോട് പോയിട്ട് ആ ഒരു സഹായം ചോദിച്ചതെന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ ജനറലും സംഘവും ബി പറഞ്ഞതുപോലെ അവളുടെ കുടുംബത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ആ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവരെ പറ്റി അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾ പോലും അവിടെ ഇല്ലാന്ന് അവർ പറയുന്നു. അങ്ങനെ ഇവര് നേരെ തിരിച്ചു വന്ന് ബിയെ പിടിച്ചു നിർത്തി എല്ലാവരും കൂടി അവളോട് കാര്യം ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബി പെട്ടെന്ന് അവളുടെ സ്റ്റോറി മാറ്റി പറയാണ്, സത്യം തന്നെയാണ്, ഞാൻ ഒരിക്കലും അവരുടെ മകളല്ല, അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരി. അതുപോലെ ജനറൽ വാങ്ങിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഒരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ എന്നെ കൂട്ടത്തില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് നമ്മുടെ ജനറൽ വാങ്ങിനെ നോക്കി അവൾ നല്ല ഇതിൽ കരയാണ്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇടയിൽ കയറിയിട്ട്, ഓക്കെ, ഒരുപക്ഷെ നീ ഒരു ഭൂതം അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങത്തില്ല എന്നും പറഞ്ഞ് വാളെടുത്തിട്ട് അവളുടെ കൈ വെട്ടാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജനറൽ പെട്ടെന്ന് ഹീറോയെ തടയും. എന്താ ഹീറോ, നിനക്കെന്താ വട്ടു പിടിച്ചോ? ഇനി ഒരിക്കലും അവളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇനി മുതൽ ബിയും ഈ ഒരു കുടുംബത്തിലെ ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അപ്പോൾ നിന്റെ ഭാര്യയും നിന്റെ കുടുംബമല്ലേ എന്ന് പറയുന്നതും ജനറൽ പെട്ടെന്ന് പറയും, ഓ നിങ്ങൾക്ക് പകരം അവൾ എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടുള്ള ദേഷ്യമല്ലേ ഇതെല്ലാം എന്നും പറഞ്ഞിട്ട് ആ ഒരു അവസരത്തിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അതേസമയം നമ്മുടെ സൂയി ആണെങ്കിൽ ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു വാലിരിക്കുന്ന ട്യൂബ് ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ട് ഇവിടെ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ പ്രകാശിക്കത്തുള്ളൂ എന്നിങ്ങനെ അവൾ കാണിച്ച് കാര്യം പറയുന്നതും നമ്മുടെ ജനറൽ പെട്ടെന്ന് അത് വാങ്ങിയിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചിട്ടാണ് പറയുന്നത്, ദേ എല്ലാവരുടെ വശത്തേക്ക് തിരിച്ചാലും ഇത് പ്രകാശിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇവരെല്ലാവരും ഭൂതമാണോ എന്നും പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ കളിയാക്കാണ്. അപ്പൊ അവിടെയുള്ള പടയാളികളാണെങ്കിലും പെട്ടെന്ന് അത് കേട്ട് ഇങ്ങനെ ചിരിക്കുന്നതും ജനറലിന്റെ ഭാര്യ മുന്നിലേക്ക് വന്നിട്ട്, ആരും ചിരിക്കേണ്ട, ആ ഒരു കാര്യം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഒരു ദിവസം അവളുടെ കയ്യിലൊരു മുറിവ് പറ്റിയപ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ പറഞ്ഞു വിടുന്നതിന് മുന്നേ തന്നെ ആ ഒരു മുറിവ് അവളുടെ കയ്യിൽ നിന്ന് മാഞ്ഞു പോവാണ് ചെയ്തത്. ഈ ഒരു കാര്യം നമ്മുടെ ഗ്രാമത്തിലെ പൂജാരിയോട് ഞാൻ പറഞ്ഞപ്പോൾ അവൾ അത്രയും ശക്തിയുള്ള ഒരു ബോധമായിരിക്കണം എന്നോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ പൂജാരി മരണപ്പെടുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം ജനറലിന്റെ ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ സൂയി പെട്ടെന്ന് പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട്, എല്ലാ ഭൂതത്തിന്റെ ശരീരത്തും ഒരു തഴമ്പുണ്ടാവും, അത് ഇവളുടെ ദേഹത്തുണ്ടോ ഇല്ലേന്ന് ഞങ്ങൾ പരിശോധിക്കാമെന്നും പറഞ്ഞ് ബിയെ റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവളുടെ വസ്ത്രമെല്ലാം അഴിച്ച് ദേഹത്ത് എന്തെങ്കിലും തഴമ്പുണ്ടോ ഇല്ലേ ഇങ്ങനെ പരിശോധിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു തഴമ്പ് കണ്ടുപിടിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ഇതറിഞ്ഞ നമ്മുടെ ജനറൽ പറയും, ദേ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അവളുടെ ഒരു ഭൂതമല്ലാന്ന്, അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ വെളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് നമ്മുടെ സൂയി വന്നിട്ട് മറ്റൊരു കാര്യം പറയുന്നത്, ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇതുപോലെയുള്ള ഭൂതങ്ങൾക്ക് ഒരിക്കലും മനുഷ്യർ കഴിക്കുന്ന ആഹാരം കഴിച്ച് ജീവിക്കാൻ കഴിയത്തില്ല, അവർക്ക് മനുഷ്യന്റെ ഹൃദയം എന്തെങ്കിലും വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തൊലിയെല്ലാം അഴിഞ്ഞ് അവരുടെ യഥാർത്ഥ രൂപം പുറത്തേക്ക് വരും. അതുകൊണ്ട് ഇനി മുതൽ ഇവൾ എന്താണ് എല്ലാ ദിവസവും കഴിക്കുന്നതെന്ന് ഞാൻ തന്നെ അവളോടൊപ്പം ഇരുന്ന് നിരീക്ഷിക്കാൻ പോവാണ്, അപ്പോൾ എന്തായാലും സത്യം മനസ്സിലാക്കാൻ കഴിയുമല്ലോ
എന്നിങ്ങനെ പറയുന്നതും ബാക്കി എല്ലാവരും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ ബി നമ്മുടെ ജനറലിന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് മാപ്പ് പറയാണ്. ജനറൽ വാങ് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്, അതെനിക്കറിയാം. പക്ഷെ എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ ജീവന തുല്യം അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ദാസിയായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കാൻ കഴിയത്തില്ലേ? അപ്പോഴേക്ക് ഇത് കേട്ട് നമ്മുടെ ജനറൽ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന്, ബി നിന്നെ ഞാൻ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഒരിക്കലും നീ കാണരുത്. അതുകൊണ്ട് നീ നിന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോ എന്നിങ്ങനെ എന്നും പറഞ്ഞിട്ട് ബിയെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആയാലും സൂയിയോട് പറയും, അവൾ എവിടെ പോയാലും ബാത്റൂമിൽ പോയാലും അവളുടെ പുറകെ തന്നെ പോയിക്കോ, അവൾ എന്താണ് കഴിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എല്ലാം നോക്കണം എന്ന് പറയുമ്പോൾ സൂയി ആണെങ്കിൽ അവളുടെ പുറകെ അവളുടെ റൂമിലേക്ക് ചെന്ന് നിൽക്കുന്നതും ആ ഒരു മരയൊന്ത് ബോധം ഉണ്ടല്ലോ, അവനിപ്പോൾ ഇവളുടെ പുറകെ മറിഞ്ഞിങ്ങനെ നടക്കാണ്. എന്നിട്ട് അവൻ ഹൃദയം കൊണ്ടുവന്ന ആ ഒരു പെട്ടി ആ ഒരു റൂമിൽ വെച്ചിട്ട് അവൻ അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നതും അപ്പോഴേക്കും ബി പെട്ടെന്ന് ആ ഒരു പെട്ടി എടുത്തിട്ട് ഞാൻ കുറച്ച് അവലോസുണ്ട് തിന്നാൻ പോവാണ്, നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ സൂയി പറയും, നീ അതിൽ ചിലപ്പോൾ വിഷം വരെ കടത്തിയേക്കാം, എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ശരി ഞാൻ ഒറ്റയ്ക്ക് പോയി തിന്നാന്ന് പറഞ്ഞ് അവള് ആ ഒരു റൂമിലേക്ക് മാറിയിരുന്ന് ആ ഒരു മനുഷ്യ ഹൃദയം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ജനറലി ഉറങ്ങുന്ന സമയത്ത് ബി ഉണ്ടല്ലോ, അവള് വളരെ സെക്സി ആയിട്ടുള്ള ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. ഷടാ എനിക്ക് മാത്രം അത് ഇങ്ങനെയല്ല തോന്നേ, ഒരിക്കലും ശരിയല്ല എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് 2 പടയാളികൾ വന്നിട്ട്, ജനറൽ നമുക്ക് വീണ്ടും 2 പേരുടെ ശരീരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതും നമ്മുടെ ജനറൽ ഇപ്പോൾ രാത്രി ഈ ഒരു ഗ്രാമം ചുറ്റാനായിട്ട് പോകുമ്പോൾ അവൻ ആ ഒരു പടച്ചട്ടയും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാവരും കെട്ടിക്കെടുക്കുമ്പോൾ നമ്മുടെ ബി വന്നിട്ട് ഒരു കയ്യിൽ അങ്ങനെ കെട്ടുന്ന സമയത്ത് ബിയോട് പറയും, വേണ്ട നീ ഇപ്പോൾ എന്തായാലും ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവർ ആ ഒരു കാര്യം ചെയ്യും എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ സൂയി അവിടേക്ക് വരുമ്പോൾ ജനറലിന് പറയും, ദേ ഇപ്പൊ നിങ്ങൾ വിശ്വസിച്ചോ, ഇത്ര നാളായിട്ട് നിങ്ങൾ അവളെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോൾ 2 പേര് വെളിയിൽ മരിച്ചു, അവൾ എല്ലാ സമയം ഈ ഒരു വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബി ഒരു കൊലയാളിയല്ല, അവൾ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഭൂതോ പ്രേതോ ഒന്നുമല്ല എന്ന് പറയുന്നതും സൂയി പെട്ടെന്ന് അതിന് നമ്മുടെ ഗ്രാമത്തിലെ ഒരു ഭൂതം മാത്രം ഉണ്ടെന്ന് ആരാ പറഞ്ഞ്, ഷടാ ഇവളെ ഈ ഭ്രാന്ത് പിടിക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ജനറൽ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട്, വെളിയിൽ ഈ മനുഷ്യരെല്ലാവരെ കൊല്ലുന്നത് നല്ല രീതിയിൽ ആയുധ പരിശീലനം നേടിയ ഒരുത്തനാണ്, അവനെ പിടിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവന്റെ ഭാര്യയോട് പറയും, പ്ലീസ് നീ കൂടി ഒന്ന് പറയാൻ പറയുമ്പോൾ അവളാണെങ്കിലും ഹീറോയോട് കെഞ്ചിയെല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഒരു കാരണവശാലും നീ എന്നോട് ഇങ്ങനെ കെഞ്ചാൻ പാടില്ല, നീ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ആ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കാണ്. വലിയ കാതൽ മന്നനാണെന്ന് തോന്നുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇവിടെ വലിയൊരു വാച്ച് ടവർ ഉണ്ട്, അതിന് മുകളിൽ നിന്നും ഇവരുടെ ഒരു പ്രധാന ഗാർഡ് താഴേക്ക് മരിച്ചു വന്ന് വീഴാണ്. കാണുമ്പോൾ എന്താണെന്ന് വെച്ചാല് ആ ഒരു ഓന്ത് ബോധം ഉണ്ടല്ലോ, അവനാണത് ഇത് കാണുന്നത്. നമ്മുടെ ഹീറോ പെട്ടെന്ന് ഓടി ആ മരിച്ചു കിടക്കുന്ന എന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഓന്ത് മനുഷ്യനെ കാണാനില്ല. അതേസമയം അവിടേക്ക് വന്ന മറ്റു പടയാളികളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഹീറോയെ കാണുമ്പോൾ അവര് വിചാരിക്കും ആ ഒരു പ്രധാന പടയാളി തലവനെ കൊന്നത് നമ്മുടെ ഹീറോ ആണെന്ന് പറഞ്ഞിട്ട് ഹീറോയെ കൊല്ലായിട്ട് എല്ലാവരും വരികയാണ്. വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു പടയാളികളോട് എല്ലാവരോടും ജനറലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആ ഒരു പടയാളികളോട് നമ്മുടെ ജനറലി ഇപ്പൊ ആ ഒരു യഥാർത്ഥ കൊലയാളിയെ പിടിക്കുന്നത് വിട്ടിട്ട് നമ്മുടെ ഹീറോയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹീറോ ആണ് കൊലയാളി എന്നാണ് എല്ലാവരോടും പറയുന്നത്. അതുമല്ല വീടിനകത്തേക്ക് വന്നിട്ട് അവന്റെ ഭാര്യയോട് പറയും, നമ്മുടെ ഹീറോ ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തെ പിടിച്ച് നല്ലതുപോലെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാം തീരുമാനിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ജനറലി വീണ്ടും ആ ഒരു സ്വപ്നം കാണാണ്. ഒരു മരുഭൂമിയിലൂടെ നടന്ന് ഒരു ഗോയ്ക്കുള്ളിൽ കയറുന്ന പോലെയും അതേപോലെ തന്നെ അതിനകത്തുള്ള ഒരു കുളത്തിൽ വെച്ചിട്ട് നമ്മുടെ ജനറലും ബിയും അതുപോലെ ഇരിക്കുന്നതായിട്ടും ഒരുപാട് സ്വപ്നം ഇങ്ങനെ കാണുന്നതും പെട്ടെന്ന് പേടിച്ച് ചാടി എഴുന്നേറ്റിട്ട് നേരെ ബിയുടെ റൂമിനടുത്തേക്ക് ചെല്ലാണ്. നോക്കുമ്പോൾ അവൾ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ ബി ആണെങ്കിലോ നല്ലതുപോലെ കരയുന്നുണ്ട്. അപ്പോൾ ജനറൽ എന്നിട്ട്, അല്ല ഈ രാത്രി നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ ഈ ഒരു നാട്ടിൽ നിന്നും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി, പക്ഷേ നിങ്ങളുടെ ഒരു ദാസിയാവാൻ പോലും എനിക്ക് അർഹതയില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജനറൽ പെട്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് കഥക് തുറന്ന് ആ ഒരു ഓന്ത് മനുഷ്യനുണ്ടല്ലോ അവൻ ചാടി വന്ന് നമ്മുടെ ജനറലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ബി പെട്ടെന്ന് അവനെ അങ്ങനെ സൂക്ഷിച്ചൊരു നോട്ടം നോക്കും. ഈ നോട്ടം കാണുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് ജനറലിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ജനറലിനെ ഇപ്പോൾ സംശയമായി. ഇവിടെ നോക്കിയ ഉടനെ അവൻ പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലാണെങ്കിൽ നമ്മുടെ ജനറലി ആ ഓന്ത് മനുഷ്യനെ ഒരു ഒറ്റ ചവിട്ട് കഥകും തുറന്ന് അവൻ വെളിയിലേക്ക് വന്ന് വീണ് അവിടെ നിന്നും പോകുന്നതും ഈ ശബ്ദമെല്ലാം കേട്ട് ജനറലിന്റെ ഭാര്യ അവിടേക്ക് വരുമ്പോൾ അവൻ ഇപ്പോൾ ബിയുടെ റൂമിൽ നിൽക്കുന്നു. നമ്മുടെ ജനറലിന്റെ ഭാര്യ ജനറലിനോട് ചോദിക്കും, ഈ രാത്രിയിലെ അവളുടെ റൂമിൽ നിങ്ങൾ എന്താ ചെയ്തത്? ഇനി അവള് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവളെ നിങ്ങളുടെ ഭാര്യയായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജനറലിൽ പെടുന്ന ദേഷ്യത്തിൽ അവന്റെ ഭാര്യയെ വഴക്ക് പറയും. ഞാൻ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലേ എന്നെല്ലാം പറയുമ്പോൾ ആ ഭാര്യ പറയും, എല്ലാം ഓക്കെയാണ്, ഞാൻ എന്തായാലും അവളെ നേരിട്ട് കണ്ട് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ബി ആണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ കരയാണ്. അതേസമയം ആ ഒരു ഓന്ത് മനുഷ്യനകത്തേക്ക് കയറി വരുമ്പോൾ കാരണക്കുറ്റി നോക്കി ഒരു ഒറ്റയടി
നിന്നോട് ആരാടാ പറഞ്ഞത് എന്റെ ജനറൽ വോങ്ങിനെ കൊല്ലാൻ വേണ്ടിയിട്ട്? ആ ഒരു ഓന്ത് മനുഷ്യൻ പറയും, ഏയ് നീ ഒരു ഭൂതമാണ്, ഒരു മനുഷ്യന് വേണ്ടി ഒരിക്കലും നീ കരയരുതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് നിനക്കറിയോ? പ്രണയം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, പക്ഷെ ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും നീയല്ലേ ഒരു ഉളുപ്പുമില്ലാതെ എന്റെ പുറകെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അവൾ പറയുമ്പോൾ അവൻ പറയും, ഞാനില്ലെങ്കിൽ നിനക്ക് ഈ ഒരു മനുഷ്യന്റെ ഹൃദയം അതെങ്ങനെ ആര് കൊണ്ടുതരും? അതില്ലെങ്കിൽ നീ ഇല്ലാതാവൂന്നെല്ലാം പറയുമ്പോൾ അവൾ പറയും, അതില്ലെങ്കിൽ ജീവിക്കാനായിട്ട് ഞാൻ പഠിച്ചോളാം. നിനക്ക് ഇത്തിരിയെങ്കിലും നാണം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് ഇങ്ങനെ പറയുമ്പോൾ അവന് നല്ല ദേഷ്യമായിട്ട് എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ജനറലിന്റെ ഭാര്യയാണെങ്കിലും ഇവളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവളോട് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ബിയുടെ റൂമിലേക്ക് വരുമ്പോൾ ബി ആണെങ്കിലും നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ജനറലിന്റെ ഭാര്യയോട് പറയും, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറയണമല്ലേ, എന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാന്നും പറഞ്ഞ് അവളുടെ സ്കിൻ ഉണ്ടല്ലോ തലയിൽ നിന്ന് അങ്ങനെ വലിച്ച് പതിയെ വെളിയിലേക്ക് ഇങ്ങനെ ഊരുന്നതും, ആഹാ യഥാർത്ഥ രൂപതേ ഇതാണ്, എത്ര കൊടൂരമായിട്ടുള്ളൊരു ഭൂതമാണെന്ന് ജനറലിന്റെ ഭാര്യയും ഇപ്പോഴാണ് കാണുന്നത്. ഇതെല്ലാം കണ്ട് ജനറലിന്റെ ഭാര്യയാണെങ്കിൽ നല്ലതുപോലെ പേടിക്കും. അതേസമയം വെളിയിലൂടെ നടന്നു പോകുന്ന ഒരു പടയലിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് കൈവച്ച് അവന്റെ ഹൃദയം വലിച്ച് പുറത്തേക്ക് എടുത്ത് ഇതിങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞെല്ലാം കാണിക്കുമ്പോൾ ജനറലിന്റെ ഭാര്യ ഇതെല്ലാം കണ്ട് ആകെ പേടിച്ച്, ഞാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോളാം, പക്ഷെ എന്റെ ഭർത്താവിനെ നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്. അത് കഴിഞ്ഞ് നീ അവന്റെ ഭാര്യയായിട്ട് എത്ര കാലം വേണമെങ്കിലും ജീവിച്ചു, പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ ഒന്നും ചെയ്യരുതെന്നെല്ലാം പറയുമ്പോൾ ബി പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്റെ ഭർത്താവായി കഴിഞ്ഞാൽ എന്നെ പറ്റി മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, അതിനുവേണ്ടി ഇതേ ഈ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ പാത്രത്തില് എന്തോ ഒരു മരുന്ന് ജനറലിന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ കൊടുക്കാണ്. എന്താണെന്ന് വെച്ചാൽ അത് കുടിച്ചു കഴിഞ്ഞാല് ജനറലിന്റെ ഭാര്യ ഒരു ഭൂതമായിട്ട് മാറും. എന്നിട്ട് നീ പറയണം, ഇത്രയും നാളായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ ചെയ്ത എല്ലാ കൊലകളും നീയാണ് ചെയ്തതെന്ന്. അങ്ങനെ നീ ഒരു ഭൂതമായി കഴിഞ്ഞാല് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാവും എന്നിങ്ങനെ പറയുന്നതും തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ ആ ഒരു ദ്രാവകം കുടിച്ച് ഒരു ഭൂതമായിട്ട് മാറുകയാണ്. അടുത്തത് കാണിക്കുമ്പോൾ ആ ഒരു വീട്ടിലെ ജോലിക്കാരികളെല്ലാം പേടിച്ച് ഇങ്ങനെ ഓടുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ജനറലിന്റെ ഭാര്യ ഇപ്പോ മുടിയെല്ലാം വെള്ളയായി മുഖമെല്ലാം ഒരു വെള്ള നിറത്തിലായിട്ട് ഒരു ഭൂതമായിട്ട് ഇങ്ങനെ മാറിയേക്കാണ്. അതുമല്ല അവിടെയുള്ള എല്ലാവരും അവളെ ഉപദ്രവിക്കാൻ വേണ്ടി കമ്മും വടിയെല്ലാം എടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ചാടി മുന്നിലേക്ക് വീണിട്ട് ആരെങ്കിലും ഇവിടെ തൊട്ട് കഴിഞ്ഞാല് എല്ലാത്തിനും ഞാൻ കൊന്നുകളയെന്നും പറഞ്ഞ് ജനറലിന്റെ ഭാര്യയെ തൂക്കിയെടുത്ത് ഇവർ അവിടെയുള്ള ഒരു അമ്പലത്തിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അതേസമയം നമ്മുടെ ജനറലിനാണെങ്കിലോ തന്റെ ഭാര്യ ഒരു ഭൂതമാണെന്ന് പറഞ്ഞിട്ടും അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും അവൻ പറയും, ആരായാലും ആ ഒരു ഭൂതത്തെ പിടിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് പടയാളികളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ സൂയും ഹീറോയും ജനറലിന്റെ ഭാര്യയെ കൊണ്ടുവരുന്നത് ഈ ഗ്രാമത്തിന് വെളിയിലുള്ള വലിയൊരു അമ്പലത്തിലേക്കാണ്. അവിടെ വന്നിട്ട് സൂയി പറയും, അവൾ കുടിച്ചത് സാധാരണ ഒരു ദ്രാവകം മാത്രമല്ല, അതൊരു വിഷം കൂടിയാണ്, അതുകൊണ്ട് അവൾ പതിയെ പതിയെ മരിക്കാണ്. ഇതെന്തായാലും കൊടുത്തത് ആ ഒരു ഭൂതമായിരിക്കും. അവളെ കൊന്നു കഴിഞ്ഞാലേ ഈ ഒരു വിഷം താനെ മാറിയിട്ട് ഇവരുടെ ജീവൻ പഴയതുപോലെയാവും. സാധാരണ ഒരു ഭൂതമാണെങ്കിൽ അതിനെ ഒരു വാളുകൊണ്ട് തന്നെ കൊല്ലാൻ കഴിയും, പക്ഷെ ഇത് കുറച്ച് ശക്തിയുള്ള ഒരു ഭൂതമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഭൂതത്തിനെല്ലാം പിടിക്കുന്ന ഞങ്ങളുടെ തലമുറയിലുള്ള ആരുടെങ്കിലും ഒരാളുടെ രക്തം ഈ ഒരു കത്തിയിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തായാലും ആ ഒരു ഭൂതത്തെ കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജനറലും സംഘവും ഇതിനകത്തേക്ക് വരുന്നു. കൂടെയാണെങ്കിൽ ബിയും ഉണ്ട്. തന്റെ ഭാര്യയെ കാണുന്നതും ജനറൽ ഓടി വന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് വരുന്നത് തന്റെ ഭാര്യ അവിടെ കിടക്കുന്ന കാണുമ്പോൾ ജനറൽ ഓടി വന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവളെ എഴുന്നേപ്പിച്ചിട്ട്, നീ സത്യത്തിലൊരു ഭൂതമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൾക്ക് സത്യം പറയാൻ കഴിയത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭൂതം ബി ഉണ്ടല്ലോ, അവള് തന്റെ ഭർത്താവിന് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള രീതിയിൽ അവൾ പറയും, അതെ ഞാൻ തന്നെയാണ് ആ ഒരു ഭൂതം, ഇത്രയും കാലം ആ ഒരു കൊലയെല്ലാം ചെയ്തത് അത് ഞാൻ തന്നെയാണെന്ന് പറയുന്നതും അവിടെയുള്ള പടയാളികളെല്ലാം കൂടി ചേർന്നിട്ട് അവളൊരു ഭൂതമാണ്, അവളെ കൊല്ലണമെന്നും പറഞ്ഞ് അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ നമ്മുടെ ജനറൽ പെട്ടെന്ന് എഴുന്നേറ്റ്, ആരും അവളെ തൊട്ടു വരുത്, അവളൊരു ഭൂതമാണെങ്കിൽ അവളെ ഞാൻ തന്നെ കൊല്ലും, കാരണം അവൾ എന്റെ ഭാര്യയും കൂടിയാണ് എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന്, നീ ഒരു ഭൂതമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്റെ ഭാര്യയായിട്ട് ഞാൻ മനസ്സിൽ കണ്ടത് നിന്നെ മാത്രമാണ്, അതുകൊണ്ട് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് ആ ഒരു ജനറലി അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് അവളെ കെട്ടിപ്പിടിക്കുന്ന സമയത്താണ് അവൾ എന്താ ചെയ്യുന്ന വെച്ചാല് ജനറലിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി വലിച്ചൂരി അവൾ തന്നെ സ്വയം അവളുടെ ദേഹത്തേക്ക് കുത്തി മരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ ജനറൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്നതും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും ഇത് കണ്ട് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് അവന്റെ ആ ഒരു വലിയ വാളുണ്ടല്ലോ അത് എടുത്തുകൊണ്ട് വന്ന് അവിടെ നിന്ന് ബിയുടെ ദേഹത്തേക്ക് ഒരു ഒറ്റ വെട്ടുമ്പോൾ അവൾക്കൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും, ദേ ഇപ്പൊ കണ്ടോ മണ്ടന്മാരെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവളാണ് ഒരു ഭൂതമെന്ന്, എന്നിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ല, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജനറലായാലും ആഹാ ഇവളായിരുന്നു ഇതെല്ലാം ചെയ്തത്. അതേസമയം ചുറ്റിനുള്ള എല്ലാ പടയാളികളും അവളുടെ ദേഹത്തേക്ക് അമ്പിങ്ങനെ വിട്ടുകൊടുക്കുന്നത് അവൾക്കൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും അവളെ കൊല്ലാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുന്നതും നമ്മുടെ സൂയി ഉണ്ടല്ലോ അവൾ പെട്ടെന്ന് വന്ന് ആ ഒരു വാളില് അവളുടെ കൈ ഇങ്ങനെ വെച്ച് തേക്കുന്നതും കൈ മുറിഞ്ഞിട്ട് ആ ഒരു രക്തം വാളിലേക്ക് പറ്റിയാണ്. ഇനി ഈ ഒരു വാൾ കൊണ്ട് അവളുടെ ദേഹത്ത് വെട്ടുമ്പോൾ ഒരു ചെറിയ കീറൽ വന്നു കഴിഞ്ഞാലും അവൾ മരിക്കും. നമ്മുടെ ഹീറോയും ബാക്കി പടയാളികളും എല്ലാം കൂടി ചേർന്ന് അവളെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.
അവളൊരു ബോധമല്ലേ. അതേസമയം നമ്മുടെ ജനറൽ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് എന്റെ ഭാര്യ മരിക്കാനായിട്ട് എന്നെ തന്നെ നീ ഒരു കാരണക്കാരനാക്കി എന്നും പറഞ്ഞ് ആ ഒരു കത്തിയെടുത്ത് അവളുടെ ദേഹത്തേക്ക് ബിയുടെ ദേഹത്തേക്ക് കുത്തുന്നതും അവൾ പറയും, ഓ അപ്പൊ നിന്റെ ഭാര്യ നിനക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നീ അവളോടൊപ്പം തന്നെ മരിച്ചു പോകുമെന്നും പറഞ്ഞ് അവനോട് ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയും, നിനക്ക് വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോ, പക്ഷെ എന്റെ ഭാര്യയെ നീ ജീവനോട് തിരിച്ചു കൊണ്ടുവരണം. ഒരുപക്ഷെ അവൾ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ അവളോടൊപ്പം ഞാനും മരിച്ചു പോയതുപോലെ ആയിപ്പോവും. അവളോട് എന്നെ ക്ഷമിക്കാനായിട്ട് പറയണം എന്നും പറഞ്ഞ് നമ്മുടെ ജനറലി അവന്റെ കത്തിയെടുത്ത് അവന്റെ ഹൃദയത്തിലേക്ക് തന്നെ കുത്തിയിറക്കി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മുടെ ബി ആണെങ്കിലും ഇപ്പോ അവളും ആഗ്രഹിച്ചിട്ട് അവൾക്കും കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല, വല്ലാത്തൊരു അവസ്ഥയായി പോയെന്നും പറഞ്ഞിട്ട് അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ വായിൽ നിന്ന് ഒരു പ്രത്യേക ശക്തി പുറത്തേക്ക് കൊണ്ടുവരാണ്. അതാണെങ്കിൽ പതിയെ ഒരു ബോളായിട്ട് മാറി ജനറലിന്റെ വായിലേക്ക് കയറാനായിട്ട് വരുമ്പോ അവിടേക്ക് വന്ന നമ്മുടെ ഓന്ത് മനുഷ്യനുണ്ടല്ലോ, അവൻ വന്ന് അത് പിടിച്ചിട്ടാണ് പറയുന്നത്, ഇത്രയും ശക്തിയുള്ള ഈ ഒരു കാര്യം സാധാരണ ഒരു മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഭൂതമായിട്ടുള്ള നീ ഉപയോഗിക്കാൻ പാടില്ല, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അതെടുത്തങ്ങ് വീഴുങ്ങാണ്. എന്നിട്ട് പറയും, നീ ഒരു ഭൂതമാണെന്ന് എന്തായാലും അവർ അറിഞ്ഞു കഴിഞ്ഞു, അവരെ രക്ഷിച്ചാലും അവർ നിന്നെ എന്തായാലും കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെയുള്ള എല്ലാവരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ അവനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ അവന് മനസ്സിലായി നമ്മുടെ സൂയി ആ ഒരു വാളില് രക്തം തടവിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് ഇവന്റെ ദേഹത്ത് തട്ടിയാൽ തന്നെ ഇവ മരിക്കുമെന്ന്. അതുകൊണ്ട് ആ ഒരു ഓന്ത് മനുഷ്യൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് മറിഞ്ഞിങ്ങനെ പോവാണ്. ഹീറോയ്ക്കാണെങ്കിൽ കാണാൻ കഴിയുന്നില്ല. അതേസമയം നമ്മുടെ സൂയി ആണെങ്കിൽ ഒരു പ്രത്യേക കണ്ണാടി എടുത്ത് അത് വെച്ചിട്ട് എല്ലാ വശത്തും ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ തട്ടി വരുന്ന ആ ഒരു പ്രകാശം കാരണം ഈ ഒരു ഓന്ത് ഭൂതം അവൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. എന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവൻ ചാടി വന്ന് നമ്മുടെ ഹീറോയുടെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ ചവിട്ട്. ഇപ്പോൾ വേറെ വഴിയില്ല, എന്തായാലും ആ ഒരു കത്തി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂയി അങ്ങനെ നിൽക്കുന്നത് അവളുടെ കയ്യിൽ ആ ഒരു രക്തം പറ്റിയതും ആ ഒരു കത്തി ഇപ്പോൾ ഓപ്പൺ ആയി വരികയാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്തായാലും ഭൂതങ്ങളെ കൊല്ലാൻ കഴിയും. അങ്ങനെ അതിൽ ആ ഒരു രക്തം വെച്ച് തേച്ച് അങ്ങനെ ആ ഒരു കത്തി വലിച്ചു വരുമ്പോൾ അതിപ്പോ വലിയൊരു വാളായിട്ട് ഇങ്ങനെ മാറുകയാണ്. അതുമല്ല അവളെ ആ ഒരു ഓന്ത് ഭൂതം ചവിട്ടി ദൂരേക്ക് ഇടുന്നതും അവൾ താഴെ വന്ന് വീഴുമ്പോൾ നമ്മുടെ ഹീറോയുടെ പുറകിൽ വന്ന് അവനിങ്ങനെ പിടിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയെ ഈ ഒരു ഓന്ത് ഭൂതം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതും ഹീറോ പെടുന്ന ആ ഒരു വാളിന് മുകളിലൂടെ ചാടിയങ്ങ് വീഴുമ്പോൾ അവന്റെ ദേഹത്തൂടെ കയറി ആ ഒരു ഓന്ത് ഭൂതത്തിന്റെ ദേഹത്തേക്ക് ആ ഒരു വാൾ കയറുന്നതും ഓന്ത് ഭൂതം പെട്ടെന്ന് ബിയെ നോക്കിയിട്ട് ബി എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊടിയായിട്ട് ഇല്ലാണ്ടായി പോവാണ്. അങ്ങനെ അവന്റെ ശരീരത്തിൽ നിന്നും ആ രണ്ട് ശക്തികൾ ബോൾ പോലെ ഇവളുടെ മുന്നിലേക്ക് ബിയുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നതും അവൾ എന്തോ മന്ത്രങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇത് രണ്ടും പെട്ടെന്ന് പൊട്ടിയിട്ട് ഒരു പ്രത്യേക നിറത്തിലേക്ക് ഇങ്ങനെ മാറുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജനറലും ജനറലിന്റെ ഭാര്യയും ജീവനോടെ തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ ജീവൻ കൊടുക്കാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇല്ലാണ്ടായി പോകുന്നതും നമ്മുടെ ഹീറോയ്ക്ക് എന്ത് സംഭവിച്ചെന്നും പറഞ്ഞിട്ട് ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അനങ്ങാതെ കിടക്കുന്നപ്പോൾ സൂയി വന്നിട്ട് അങ്ങനെ പിടിച്ച് കുലുക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പോവാണ്. അപ്പോൾ ജനറൽ വന്നിട്ട് പറയും, ഹീറോ നീ ഇവിടെ തന്നെ നിൽക്കണം, നിന്നെ ഇവിടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഒരിക്കലും അങ്ങനെയല്ല, ഈ ഒരു ലോകം വളരെ വലുതാണ്, എനിക്ക് കാണാനായിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയും തിരിച്ചു വരും എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ജനറലിന്റെ ഭാര്യയാണെങ്കിലും അവനോട് വന്ന് കൈയെല്ലാം പിടിച്ച് നന്ദിയെല്ലാം പറഞ്ഞിട്ടാണ് അവനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സൂയി ഉണ്ടല്ലോ അവളും അവളുടെ കുതിരപ്പുറത്ത് ഹീറോയുടെ പുറകെ തന്നെ പോകുന്നു. എന്നിട്ട് ഹീറോയോട് പറയും, നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്നിരുന്നാലും ഞാൻ നിങ്ങളോടൊപ്പം വരാം, നമുക്ക് രണ്ടുപേരും കൂടി ചേർന്ന് ഈ ലോകത്തുള്ള എല്ലാ ഭൂതങ്ങളെയും പിടിക്കാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു ജോഡിയായിട്ട് ഇങ്ങനെ പോകുന്നതും നമ്മുടെ കമാൻഡറും അവന്റെ ഭാര്യ അത് നോക്കി ചിരിക്കുമ്പോൾ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.